ഹലോ ഗൈസ്, നമ്മളിന്ന് എങ്ങോട്ടാണ് പോണത്? എങ്ങോട്ടാണ് പറയൂ? ഷിഹാബ് ഖാൻ്റെ ബിരിയാണി കഴിക്കാൻ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിഷ്ണുപ്രിയ. അങ്ങനെ ഇന്നും ചോറും ചമ്മന്തിയും മാത്രം കഴിച്ച് ഇങ്ങനെ പോന്നിരുന്ന ഞങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ബിരിയാണി കഴിക്കാനൊരു മോഹം വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ ബിരിയാണി കഴിക്കാൻ പോകാമെന്ന് തീരുമാനമെടുത്തു. ഞങ്ങളുടെ കോളേജിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള ഒരു കടയിലേക്കാണ് പോകാൻ നിന്നത്. അവിടെ സ്കൂളും കോളേജും ഒരുപാട് ഷോപ്പും അങ്ങനെ എല്ലാവരും ബിരിയാണി കഴിക്കാൻ പോകുന്നൊരു കട ആയതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഫ്രൈഡേ, പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് കട തുറക്കുമോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെ തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അവിടെ ആകെ ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഫുഡ് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം കാത്തിരുന്ന് ഞങ്ങൾക്ക് ഫുഡിനുള്ള സീറ്റ് കിട്ടി. ഞങ്ങൾ ഉള്ളിൽ കയറിയിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ കിട്ടിയത്. കാരണം അവിടെ എപ്പോഴും തിരക്കാണ്. ഒരു കുഞ്ഞു കടയാട്ടോ. പിള്ളേരൊക്കെ വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ആകെ ഫുള്ളായിരുന്നു. പിന്നെ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്കും അതുകൊണ്ട് ഫുഡ് കിട്ടാൻ അല്പം താമസിച്ചായിരുന്നു. എന്നാലും ഫുഡൊക്കെ കിട്ടി. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അച്ചാറും ഉള്ളിയൊക്കെ വന്നത്. ഞങ്ങൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ മൂന്നാളും ഹാഫാണ് കേട്ടോ പറഞ്ഞത്. 60 രൂപയായിരുന്നു. ബിരിയാണി ലവർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ കടയിലെ തിരക്ക് കൂടി വരികയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ കഴിച്ച് ക്യാഷൊക്കെ കൊടുത്ത് പോകുന്നു. ഞങ്ങൾ നേരെ ഒരു 7-Upഉം ഒരു സോഡയൊക്കെ കുടിക്കാൻ വേണ്ടി തന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ കോളേജിലോട്ട് നടന്നു. ഫ്രണ്ടിൽ നല്ല അസല് കയറ്റവും പിന്നെ നല്ല അസല് വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നല്ല അസലായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. കഴിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിൽ വയറൊക്കെ ഫുള്ളായിട്ട് നടക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കയറ്റം അങ്ങോട്ട് വലിയണില്ലായിരുന്നു. അങ്ങനെ ഒരുവിധം വെയിലത്ത് ഞങ്ങൾ നടന്ന് കോളേജിലെത്തി. A few moments later. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.